कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 121. ഗോപികമാരുടെ ഭക്തിപൂർവമായ പ്രണയത്തെ സ്വീകരിച്ച കൃഷ്ണൻ കാമദേവനെ പോലും മോഹിപ്പിക്കുന്ന സുന്ദര രൂപത്തിൽ രാസനൃത്തം ചെയ്തു. സ്വന്തം നിഴലിനെ നോക്കിക്കളിക്കുന്ന കുട്ടിയെപ്പോലെ അപ്പോൾ ഭഗവാൻ കാണപ്പെട്ടു. ആഹ്ലാദഭരിതരായ ഗോപികമാരും ആടിയുലഞ്ഞ് നൃത്തമാടി. അവരുടെ ശരീരങ്ങൾ പൂങ്കാറ്റിലെ പുൽക്കൊടികൾ പോലെ ആടിയുലഞ്ഞു. ചുറ്റിത്തിരിഞ്ഞ് ചാടിയുലഞ്ഞ് അവരുടെ വസ്ത്രങ്ങളും ഉത്തരീയങ്ങളും കുറുനിരകളും കാറ്റിൽ പറന്നു കളിച്ചു. ഗോപികമാർ കൃഷ്ണന്റെ കൂടെ ഗാനമാലപിച്ചു. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമായി കൃഷ്ണനൊപ്പം രാസലീലയിൽ പങ്കെടുത്തു. ഒരുവൾ തളർച്ചയോടെ കൃഷ്ണന്റെ തോളിൽ പിടിച്ചു. മറ്റൊരുവൾ പ്രേമപൂർവം കൃഷ്ണന്റെ കയ്യിൽ ചുംബനമേകി ആനന്ദാനുഭൂതിയിൽ ആറാടി നിന്നു. മറ്റൊരു ഗോപിക അല്പം തളർന്നിരുന്നു. എല്ലാവരും വിയർപ്പിൽ തിളങ്ങിയതോടെ ഗോപികമാരാൽ ചുറ്റപ്പെട്ട കൃഷ്ണൻ നദീജലത്തിലേക്കിറങ്ങി. അതോടെ നദിയെപ്പോലും പുളകിതയാക്കും വിധം ഗോപികമാരുമായി അവർ ജലക്രീഡയിലാണ്ടു. പരസ്പരം വെള്ളം തട്ടിത്തെറിപ്പിച്ച് ഓളങ്ങളിലും നുരയിലും ഇളകി അവർ ആഹ്ലാദിക്കുന്നത് കണ്ട് സ്വർഗവാസികൾ സന്തോഷിച്ചു. ഇതേപോലെ കൃഷ്ണൻ നദീതീരത്തെ പൂന്തോപ്പുകളിലും പഴത്തോട്ടങ്ങളിലും ഗോപികമാരുമായി ശരത്കാല ഋതുവിൽ രാസക്രീഡാലോലുപനായി രസിച്ചു. ഇത്രയും കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് സംശയപൂർവം ഇങ്ങനെ ചോദിച്ചു: ഭൂമി ഭാരം തീർത്ത് ധർമ്മം കാത്തുസൂക്ഷിക്കാനായി കൃഷ്ണനായി അവതരിച്ച ഭഗവാൻ എന്തുകൊണ്ടാണ് പരപുരുഷ സ്ത്രീകളുമായി ഇങ്ങനെ ലീലയാടാനിടവന്നത്? അതെങ്ങനെയാണ് ധർമ്മമാവുക? ചോദ്യം കേട്ട ശുകമുനി ഇങ്ങനെ ഉത്തരം നൽകി: ചിലപ്പോൾ ദേവന്മാരുടെ പെരുമാറ്റത്തിൽ ധർമ്മച്യുതിയെന്ന് തോന്നിയേക്കാവുന്ന ചിലതെല്ലാം കാണപ്പെട്ടുവെന്നിരിക്കാം. എന്നാൽ അവ ഉന്നതജ്ഞാനികളായ അവരെ കളങ്കപ്പെടുത്തുന്നില്ല തന്നെ. വിജ്ഞാനിയായ ഒരുവൻ ഈ മഹാത്മാക്കളുടെ ആചാരങ്ങളിലും പെരുമാറ്റങ്ങളിലും തനിക്ക് ചിതമായിട്ടുള്ളവയെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് വിധേയമായവയെ അവർ സ്വാംശീകരിക്കുകയില്ല. പാലാഴി മഥന സമയത്ത് മഹാദേവൻ കാളകൂട വിഷം സ്വമേധയാ പാനം ചെയ്തു എന്നു കരുതി ഒരു സാധാരണക്കാരനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. അഥവാ തനിക്കും ഇത് കഴിയും എന്ന മൂഢബുദ്ധിയിൽ അവൻ അങ്ങനെ ചെയ്താൽ ആ വിഷത്താൽ അവൻ ഭസ്മമായി പോവുകയില്ലേ? സ്വാർത്ഥത കൂടാതെ അഹംഭാവത്തെ അതിജീവിച്ചവർ ചെയ്യുന്ന ഏതൊരു കർമ്മവും നിസ്വാർത്ഥമത്രേ. അത്തരം ചെയ്തികൾക്ക് സദാചാര നിയമങ്ങളും ശാസ്ത്രങ്ങളും ബാധകമല്ല. ഏറ്റവും കൊടിയ പാപിയെപ്പോലും നിർമ്മലമാക്കാൻ ആ പാദരേണുക്കൾക്ക് കഴിയുമ്പോൾ ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ പാപത്തിന്റെ അംശം ഉണ്ടാവുന്നില്ല. കൃഷ്ണൻ ഗോപികമാരുടെ അന്തര്യാമിയത്രേ. അവരുടെ ഭർത്താക്കന്മാർക്ക് അതുകൊണ്ട് കൃഷ്ണനോട് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. രാസലീല കഴിഞ്ഞ് പ്രഭാതം വിടരുന്നതിനു മുമ്പ് മനസ്സില്ലാ മനസ്സോടെ ഗോപികമാർ വീടുകളിലേക്ക് മടങ്ങി. ഭോഗാസക്തിയെപ്പോലും കറകളഞ്ഞ സമർപ്പണ ഭക്തിയാക്കുന്നതെങ്ങനെ എന്ന് രാസലീലയിലൂടെ ഭഗവാൻ അങ്ങനെ കാട്ടിക്കൊടുത്തു. ശുകമുനി വീണ്ടും കഥ തുടർന്നു. ഒരിക്കൽ ഗോകുലവാസികൾ മഹാദേവന്റെ രഥോത്സവത്തിൽ പങ്കെടുക്കാനായി മധുരാനഗരിക്കടുത്തുള്ള അംബികാവനത്തിലേക്ക് പോയി. അവിടെ അവർ സരസ്വതീ നദിയിൽ സ്നാനം ചെയ്ത് ശിവനെയും പാർവതിയെയും ഭക്തിപൂർവം പൂജിച്ചു. ജലം മാത്രം പാനം ചെയ്ത് പരിപൂർണ വ്രതമെടുത്ത അവർ ആ രാത്രി നദിക്കരയിൽ കഴിഞ്ഞു. രാത്രിയായപ്പോൾ വിശന്ന ആർത്തനായി ഒരു പെരുമ്പാമ്പ് അവിടെ എത്തി. അത് മുന്നിൽ കിട്ടിയ നന്ദഗോപരെ വിഴുങ്ങാൻ തുടങ്ങി. അദ്ദേഹം കൃഷ്ണനെ വിളിച്ച് ഉറക്കെ കരഞ്ഞു: കൃഷ്ണ, മകനെ ഓടി വരൂ, വലിയൊരു പെരുമ്പാമ്പ് എന്നെ വിഴുങ്ങുന്നു, എന്നെ രക്ഷിക്കൂ
എന്ന് നിലവിളി കേട്ട് ഗോപാലന്മാർ തീപ്പന്തവുമായി അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തി. എന്നാൽ തീ കൊണ്ട് കുത്തിയിട്ടും പാമ്പ് പിടിവിടുന്നില്ല. അപ്പോൾ കൃഷ്ണൻ അവിടെയെത്തി പാമ്പിനെ തന്റെ പാദം കൊണ്ടൊന്നു തൊട്ടു. പെട്ടെന്ന് പെരുമ്പാമ്പിന്റെ ഉടൽ രൂപം മാറി സ്വർഗവാസിയായ ഒരു വിദ്യാധരനായിത്തീർന്നു. അവൻ കൃഷ്ണനെ നമസ്കരിച്ചു. ദിവ്യശരീരിയും സർവാഭരണ വിഭൂഷിതനുമായി നിൽക്കുന്ന അവനോട് കൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചു: നീ ആരാണ്? എങ്ങനെയാണ് ഇപ്രകാരം സർപ്പമായി തീർന്നത്? ഇത് കേട്ട വിദ്യാധരൻ കൃഷ്ണനെ വീണ്ടും പ്രണമിച്ചുകൊണ്ട് തന്റെ കഥ പറഞ്ഞു. മഹാപ്രഭോ, കേട്ടാലും. സ്വർഗവാസിയായ സുദർശനൻ എന്ന വിദ്യാധരനാണ് ഞാൻ. സുന്ദരനായ ഞാൻ സ്വസൗന്ദര്യത്തിൽ അഹങ്കാരം തോന്നിയ നാളിൽ ആകാശവാഹനങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ അങ്കിരസിന്റെ ഗോത്രത്തിലെ മുനിമാർ തപസ് ചെയ്യുന്നത് കണ്ടു. താപകാഠിന്യം മൂലം വിരൂപരായ മാമുനിമാരെ കണ്ട് ഞാൻ അവരെ കളിയാക്കി ചിരിച്ചു. ഇത് കേട്ട് കുപിതരായ അവരുടെ ശാപത്താലാണ് ഞാൻ പെരുമ്പാമ്പായി ജനിക്കാൻ ഇടയായത്. എന്നാൽ ആ ശാപവും എത്ര അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ അറിയുന്നു. അവിടുത്തെ പാതാരവിന്ദ സ്പർശമേൽക്കാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചുവല്ലോ. ആ നാമോച്ചാരണം ഒന്നുകൊണ്ട് തന്നെ സർവപാപങ്ങളും ഇല്ലാതാകുന്നു. അതുകൊണ്ട് അവിടുത്തെ പാദസ്പർശമേറ്റ എന്റെ പാപവും നശിച്ചു. എന്നെ പോകാൻ അനുവദിച്ചാലും. ഇത് കേട്ട ഭഗവാൻ അവനെ അനുമതി നൽകി. ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട നന്ദനും മറ്റ് വൃന്ദാവനവാസികളും കൃഷ്ണമഹിമയിൽ ആശ്ചര്യം പൂണ്ടു. മടങ്ങിവരും വഴിയത്രയും ഭഗവത് ലീലകൾ പാടി ആഹ്ലാദിച്ചു. ഉന്മത്തരായ ഗോപികമാരെ അപഹരിച്ച ശംഖുചൂടനെ ഭഗവാൻ ശിക്ഷിച്ചതെങ്ങനെ? ആ കഥ നാളെ.